ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7ൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനെ ടാക്സിയിൽ വരുന്ന റൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എവിടെ എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഒഫീഷ്യലി കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും പുതിയ റെയിൽവേ സ്റ്റേഷനായ സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് ബംഗളൂരു സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സർ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ ടെർമിനസ് ബാംഗ്ലൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷൻ ഒന്ന് കാണാം. ഇന്ത്യയിലത്തെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അത് സത്യമാണോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് 16320 SMET ബംഗളൂരു ടു കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ്സിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ പാലക്കാട് വരെ പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ട്രെയിനിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. നമുക്ക് ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ അറിയാം. എന്നാൽ പിന്നെ ഈ ബാക്കി കാണുന്നതാണ് സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. കുറച്ച് ദൂരത്തുനിന്ന് കാണുന്ന വിഷ്വൽസാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ബാംഗ്ലൂർ എയർപോർട്ടുണ്ട്, അതായത് കെംപെഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ ഡിസൈനാണ് ഇവരോട് ഫോളോ ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ്റെ എനിക്കൊന്നൊരു 1/10 സൈസിലായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. കാര്യം എയർപോർട്ട് ഒരുപാട് വലുതാണ്, ഇത് അത്രയും ഒന്നും വലിപ്പമില്ല. ഇതാണ് ടെർമിനസ് ബിൽഡിങ്. ടെർമിനസ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ വാഹനങ്ങൾ അവിടെ അല്ല, അത് ഫുൾ അടച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെയായിട്ട് ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ഇപ്പോൾ ബസ്സുകളൊന്നും കാണാനില്ല. ഒരു ബസ് അകത്തൊരു ബസ് കിടക്കുന്നതാണ്, അതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ വലിയ ഓട്ടോ സ്റ്റാൻഡും ആവശ്യത്തിൽ കൂടുതൽ ടാക്സികളും അവൈലബിൾ ആണ്. നമുക്ക് അവിടെ ദൂരെ കിടക്കുന്നതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് കുറച്ച് ലോക്കൽ റൂട്ടുകളിലൊക്കെ ബസ്സുകളുണ്ട്. മെജസ്റ്റിക്കിലോട്ടും അത് 201D അത് ആ സിൽക്ക് ബോർഡ് സൈഡിലോട്ട് പോകുന്നതാണ്. ഇതാണ് ബാക്കി ഓട്ടോ സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. ഇതിനകത്തോട്ട് ഒരു പാർക്കിംഗ് ഫെസിലിറ്റിയും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, ബൈക്ക് പാർക്കിംഗ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു ലോക്കോ നിൽക്കുന്നുമുണ്ട്. ഇവിടെ ഐ ലവ് ബംഗളൂരു എന്ന് എഴുതിയൊരു സെൽഫി സ്പോട്ടൊക്കെ ഉണ്ട്. ഇത് ബാക്കിലോട്ടാണ് എൻട്രൻസും എക്സിറ്റൊക്കെ. അപ്പോൾ ഒരു 2 ഗേറ്റ് എക്സിറ്റിനും ഈ കാണുന്ന 2 ഗേറ്റ് എക്സിറ്റാണ്, 2 ഗേറ്റ് എൻട്രൻസ്. റോഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് കയറി വരാൻ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് വഴി കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നേരെ എൻട്രൻസിലോട്ട് കയറാം. അതുകൂടാതെ വണ്ടികൾ വരുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് വണ്ടികൾ വരുന്നത്. കാറിൽ വരുന്നതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ നേരത്തെ കാണും. ഇതൊക്കെ തന്നെ കാറിൽ വരുന്നതിൻ്റെ വഴികളായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം അടച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് അവർ. ഇവിടെയാണ് 2 എൻട്രൻസ് ഗേറ്റുകളുണ്ട്. 2 ഗേറ്റുകളുണ്ട് എൻട്രൻസിന്. എൻട്രൻസ് ഗേറ്റ് വഴി തന്നെ കയറാൻ പറ്റുള്ളൂ. എൻട്രൻസിൽ കുറച്ച് സെക്യൂരിറ്റി ചെക്കും മറ്റും ഉണ്ട്. നല്ല തിരക്കുണ്ട്. കാര്യം വൈകുന്നേരം രാത്രിയൊക്കെ പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് മിക്കവരൊക്കെ ഉത്തരേന്ത്യക്കാരാണ്. പുറപ്പെടുന്ന ട്രെയിനുകൾക്കുള്ള യാത്രക്കാരൊക്കെ ഓൾറെഡി വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുണ്ട്. ഇതിപ്പോൾ അറൈവൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേസിലെ അറൈവൽസ് കാണിക്കുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ അറൈവൽസ് കാണിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടെ നല്ല തിരക്കുണ്ട്. ഉള്ളിലോട്ടും ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് മിക്കവാറും അൺറിസർവ്ഡ് തിരക്കാണെന്ന് തോന്നുന്നു. കാര്യം ഉള്ളിൽ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പുറത്താണ് തിരക്ക് മൊത്തം. RPF ആൾക്കാരെ സൈഡിലോടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല തിരക്കുണ്ട് ഇവിടെ. മിക്കവാറും ബാംഗ്ലൂരിൽ നിന്ന് ഈ ഉത്തരേന്ത്യയിലത്തെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഈസ്റ്റേൺ പാർട്ടായാലും നോർത്തേൺ പാർട്ടായാലും പോകുന്ന മിക്കവാറും ട്രെയിനുകളൊക്കെ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്കുള്ളത്, ബൈമാരെ തിരക്ക് ഇത്രയും അധികം ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ബോർഡിൽ ഡിപ്പാർച്ചർ ഡീറ്റെയിൽസ് കാണിച്ചു തുടങ്ങി. കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5 എന്ന് പറയുന്നുണ്ട്. ഈ ബോർഡ് അടുത്ത് നിന്ന് കാണാൻ ഭയങ്കര വൃത്തികേടാണ്, ദൂരെ നിന്ന് കാണുന്നതാണ് നല്ലത്. 16320 കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പ്ലാറ്റ്ഫോം നമ്പർ 5 ആണെന്ന് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്കൊരു എൻട്രി ഗേറ്റ് വഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മളന്ന് ഈ എൻട്രി ഗേറ്റ് വഴി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഈ എൻട്രി ഗേറ്റ് വഴി ഉള്ളിലേക്ക് കയറുമ്പോൾ ഓഫ് കോഴ്സ് മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. അൺറിസർവ്ഡ് ടിക്കറ്റ്സും അപ്പുറത്ത് PRS ടിക്കറ്റുകളും, അതുപോലെ ഇവിടെ ATVM ഉണ്ട്. പിന്നെ ഉള്ളത് വെയിറ്റിംഗ് റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് ഹാളുണ്ട്. പെയ്ഡ് ഒന്നുമല്ല, ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഹാളുണ്ട്. അത്യാവശ്യം വൃത്തിയൊക്കെയുള്ളൊരു വെയിറ്റിംഗ് ഹാളാണ്. ഇതാണ് വെയിറ്റിംഗ് ഹാള്. ഞാൻ ആ വെയിറ്റിംഗ് ഹാളിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൊണ്ടൊന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇതാണ് സ്റ്റേഷൻ്റെ ടെർമിനൽ ബിൽഡിംഗ്. കോമൺ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ കാണിച്ച് ഇതാണ് ടെർമിനൽ ഹാള്. അവിടെ ഒരു എക്സ്റേ സ്കാനറൊക്കെ ഉണ്ട്. അവിടെ മുകളിലോട്ട്, അതായത് അത് ഒന്നൊഴികെ 2 മുതലുള്ള പ്ലാറ്റ്ഫോംസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുട് ഓവർ ബ്രിഡ്ജ് കയറണം. അപ്പോൾ ഫുട് ഓവർ ബ്രിഡ്ജ് കയറാനുള്ള കോണിയും അതുപോലെ ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ എയർ കണ്ടീഷൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എന്തായാലും AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ടെർമിനൽ ബിൽഡിംഗ് മാത്രമാണ് എയർ കണ്ടീഷൻഡ് അല്ലെങ്കിൽ. അപ്പോൾ ഇത് ഒരു സൈൻ ബോർഡ് കാണാം. ഓരോരോ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ. ഇവിടെ ഒരു മേ ഹെൽപ്പ് യു കൗണ്ടറുണ്ട്, ടിക്കറ്റ് കൗണ്ടറുണ്ട്, വെയിറ്റിംഗ് ഹാളുണ്ട്, അതുപോലെ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാൾ വേറെ ഉണ്ട്, റിസോർട്ട് ലൗഞ്ച്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ.
അത് ഞാൻ കാണിക്കുന്ന സാധാരണ വെയിറ്റിംഗ് ഹാളാണ്. അപ്പർ ക്ലാസ് വെയിറ്റിംഗ് ഹാൾ വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ ഹാളിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ഹാളിൻ്റെ ഇൻറ്റീരിയേഴ്സ്. കുറേ സിറ്റിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള ഒരു സെറ്റപ്പാണ്. ഈ വെയിറ്റിംഗ് റൂമിനുള്ളിലും ഒരു അറൈവൽ ഡിപ്പാർച്ചർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര ഡ്രോയിങ് പെയിൻറ്റിങ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഭയങ്കര ചൂടാണ്. കൂളേഴ്സൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. കാര്യം AC ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ ലഗേജൊക്കെ എടുത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 5 പോയേക്കാം. അപ്പോൾ നമുക്ക് ഈ എസ്കലേറ്റർ കയറി അങ്ങ് പോകാം. ഈ എസ്കലേറ്റർ കോംപ്ലക്സ് വഴി കയറി നമ്മൾ ഒരു മെസനൈൻ ഫ്ലോർ അല്ലെങ്കിൽ ഒരു മിഡ് ഫ്ലോറിലെത്തും. ആ ഫ്ലോറിൽ നിന്ന് നമുക്ക് ഇപ്പുറത്തോട്ട് വീണ്ടും അടുത്ത എസ്കലേറ്റർ കയറി ആ കാണുന്നതാണ് ഫുട്ഓവർ ബ്രിഡ്ജ്. അവിടെ കാണാം. ഇതാണ് ടെർമിനൽ ബിൽഡിങ്. ഇതാണ് AC ടെർമിനൽ എന്നറിയപ്പെടുന്ന ടെർമിനൽ ബിൽഡിങ്. ടെർമിനൽ ബിൽഡിങ്ങിന് ഉൾവശമാണ് ഈ കാണുന്നത്. ഇതാണ് ടെർമിനൽ ബിൽഡിങ്. നമുക്ക് ഈ എസ്കലേറ്റർ കയറി ആ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോകാം. അവിടെയാണ് ഫുഡ് കോർട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് കോർട്ടൊക്കെ കാണിച്ചു തരാം. മുകളിലത്തെ നിലയിലെത്തി. ഇവിടെ സൺസെറ്റൊക്കെ നോക്കിയാൽ കാണാം പുറത്ത്. ഇവിടെയാണ് ഫുഡ് കോർട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടിൽ ആകെ 1-2 ഹോട്ടലൊക്കെ ആകെ ഒരു ഹോട്ടലേ ഉള്ളൂ ഫുഡ് കോർട്ടിൽ. ഇതിൽ അപ്പുറത്തെ സൈഡിൽ വേറെ ഒരു ഫുഡ് കോർട്ടും കൂടി ഉണ്ട്. ഇത് ഫുഡ് കോർട്ട്. പിന്നെ ഇത് കൂടാതെ ഇതെങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഫുട്ഓവർ ബ്രിഡ്ജ്. അവിടെ നിന്നാണ് ഫുട്ഓവർ ബ്രിഡ്ജ്. അങ്ങേയറ്റത്ത് ഒരു ഫുഡ് കോർട്ടും കൂടി ഉണ്ട്. അങ്ങേയറ്റത്തും ഒരു റെസ്റ്റോറൻറ്റ് കാണാം. അപ്പോൾ അവിടെയും കുറച്ച് ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. ഇതാണ് ടെർമിനൽ ബിൽഡിങ്. ഈ ടെർമിനൽ ബിൽഡിംഗ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് എയർ കണ്ടീഷൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. ഈ ടെർമിനലാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ വന്നപ്പോൾ AC വർക്കിംഗ് അല്ല. കാര്യം എല്ലാ ഡോഴ്സും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ AC ഇപ്പോൾ ഫങ്ഷണലല്ല. ഇതാണ് ഫുട്ഓവർ ബ്രിഡ്ജ്. ഈ ഫുട്ഓവർ ബ്രിഡ്ജ് വഴിയാണ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകേണ്ടത്. ഇത് കുറച്ചും കൂടി വിഷ്വൽസാണ് ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ. ഇതാണ് ടെർമിനൽ ബിൽഡിങ്. ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഇങ്ങേറ്റത്തൊരു ക്ലോക്ക് റൂമൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. ഇതാണ് ടെർമിനൽ ബിൽഡിങ് ഓൺ ദി ഹോൾ. അങ്ങേ അറ്റത്ത് ആ എക്സ്ട്രീം എൻഡിലാണ് ടിക്കറ്റ് കൗണ്ടേഴ്സ്. ഇത് രണ്ടാമത്തെ ഫുഡ് കോർട്ടാണ്. രണ്ടാമത്തെ ഫുഡ് കോർട്ടിൽ ഒരു വടപ്പാവ് കടയും അതുപോലെ ഒരു ഫുഡ് ട്രാക്കിൻ്റെ ഔട്ട്ലെറ്റും ഉണ്ട്. അതിനപ്പുറത്തൊരു ടോയ്ലറ്റ്സും പ്രസൻ്റ് ആണ്. ടോയ്ലറ്റിൻ്റെ അവസ്ഥയൊന്നും ഞാൻ ചെക്ക് ചെയ്തില്ല. കാര്യം ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കെന്നാൽ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാം. അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ മേടിക്കണം. അതൊക്കെ മേടിച്ചു. ഡിന്നർ ട്രെയിനിൽ കയറിയിട്ട് നോക്കാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ആശ്വാസത്തിനുള്ള ഭക്ഷണം മേടിക്കുക എന്നുള്ളതായിരുന്നു. കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് ഇറങ്ങി. പ്ലാറ്റ്ഫോം 5 നമ്മൾ ട്രെയിൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്നാൽ പ്ലാറ്റ്ഫോം 5 പോവാം. ഓക്കെ. ഇവിടെ 2-3 വഴി ഇവിടെ ഉണ്ട്. അപ്പുറത്താണ് 4ഉം 5ഉം. 5 നമ്മുടെ ട്രെയിൻ ഓൾറെഡി നിൽക്കുന്നുണ്ട്. ട്രെയിൻ ഓൾറെഡി 5 ഇട്ടിട്ടുണ്ട് അവർ. ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണ് വണ്ടി. നമുക്കെന്നാൽ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 5 പോകാം. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് വർക്കിംഗ് ആണോ നോക്കാം. വർക്കിംഗ് ആണെങ്കിൽ ലിഫ്റ്റ് കയറി പോവാം. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇപ്പുറത്തോട്ടാണ് തോന്നുന്നു. B7 ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടായിരിക്കും നമ്മുടെ ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ കുറേ ദൂരം നടക്കാനുണ്ട്. ഇപ്പോൾ അത് B8 കുറച്ച് ദൂരം. B15 ഞങ്ങളുടെ ബർത്ത്. B15 ഫ്രണ്ടിൽ. ഇനി പുറപ്പെടാൻ 1 മണിക്കൂറും കൊണ്ട്. ഇപ്പോൾ സമയം 17:57. 5:57 ആയതേ ഉള്ളൂ. 7 മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടുക. അപ്പോൾ നമുക്കിവിടെ പുറപ്പെടാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ എത്തിയ സ്ഥിതിക്ക് റെയിൽവേ സ്റ്റേഷനും അതുപോലെ ട്രെയിൻ ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. ഇതാണ് SMBT ടെർമിനസ്. നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. പക്ഷേ യാത്രക്കാരും ഇല്ല, തിരക്കുമില്ല. ഈ സ്റ്റേഷൻ്റെ റൂഫിൻ്റെ ഡിസൈനൊക്കെ തന്നെ ഡിഫറെൻ്റാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂഫ് ഡിസൈനാണ്. കണ്ടോ, സാധാരണ ഉള്ള പോലെയല്ല. നല്ല ഏറിയാണ് സ്റ്റേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഏറിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ഒരു എന്താ പറയുക, തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യിക്കുന്നില്ല. വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഫാനുകളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീരെ തിരക്കില്ലാത്തൊരു സ്റ്റേഷനാണ്. കാര്യം ഇത് സിറ്റിയിൽ നിന്ന് അത്യാവശ്യം പുറത്താണ്. പിന്നെ അതുപോലെ എന്താ പറയുക, ഇങ്ങോട്ട് എത്തിപ്പെടാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായിട്ട് വേറെ വഴികളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇവിടുന്ന് പൊതുവെ പുറപ്പെടുന്ന എല്ലാം ഈ നോർത്തിലേക്കും
ഈസ്റ്റിലേക്കുള്ള ട്രെയിനുകളുണ്ട്. പിന്നെ കേരളത്തിലോട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട്. അതായത് ബേസിക്കലി സിറ്റിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ട്രെയിനുകളിൽ നിന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക്. ഇത് റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിങ്ങിനുള്ള ബെഞ്ചാട്ടോ. ബെഞ്ചാണ്, നല്ല ഡിസൈനാണ്. അതുമാത്രമല്ല ബെഞ്ചിന് താഴെ തന്നെ ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ബെഞ്ചിന് താഴെ തന്നെ ചാർജിങ് പോയിൻ്റ് കൊടുക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച്. നമ്മൾ B15 യാത്ര. കോച്ച് തുറന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതാണ് കോച്ച് 181237C. ഇതാണ് നമ്മുടെ ട്രെയിന്. കൊച്ചുവേളി സർ എം വിശ്വേശ്വരയ്യ ബാംഗ്ലൂർ, കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ കോച്ച്. അത് കണ്ടിട്ട് RCF ബിൽറ്റ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു MCF ലുക്ക് ഇല്ല, കണ്ടിട്ട് RCF ലുക്ക് പോലെ ഉണ്ട്. ഇവിടെ ഒരു ബിൽഡേഴ്സ് പ്ലേറ്റ് ഉണ്ട്, എന്താ നോക്കാം നമുക്ക്. RCF കപ്പൂർത്തല തന്നെയാണ്. ഞാൻ പറഞ്ഞ തന്നെ RCF കപ്പൂർത്തല നിർമ്മിച്ച കോച്ചാണ്. ഫ്രണ്ടിൽ ജനറേറ്ററും ലോക്കോവും ഓണാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ടിങ്ങ് വരാം. ഉദയ എക്സ്പ്രസിൻ്റെ EOG ആണ്. ഇപ്പോൾ EOG റണ്ണിങ് ആണ്. ലോക്കോ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴത്തെ ഒരു പീസ് കുറച്ച് ഷണ്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിന്. ലോക്കോ ഏതാനും കൂടി നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മളിന്ന് വർക്ക് ചെയ്യുന്ന ലോക്കോ 37008 റോയപുരത്തിൻ്റെ വാപ്സവനാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പവർ. ബാക്കിലേക്ക് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം കാണാൻ കാലിയാണ്. അപ്പുറത്തെ സൈഡിലാണ് കോച്ചിങ് ഡിപ്പോ. അവിടെ പിറ്റ് ലൈനൊക്കെ കാണാം. പിറ്റ് ലൈനിൽ ഏതൊരു LHB ബ്രേക്ക് കിടക്കുന്നുണ്ട്. ഇപ്പുറത്തൊരു G9 അപ്പുറത്തൊരു ആൽക്കോ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ അറ്റം സ്റ്റേഷൻ്റെ ടുവേർഡ്സ് ബയ്യപ്പനഹള്ളി എൻഡാണിത്. ഇപ്പോൾ ഒരു റേക്ക് ഷണ്ടിങ് നടക്കുന്നത് ടുവേർഡ്സ് ബയ്യപ്പനഹള്ളി എൻഡാണ് റേക്ക് പോകുന്നത്. നമ്മളിവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റും രാത്രിയാവും. അപ്പോൾ ആ കണക്ഷനും അങ്ങനെ പോകുന്നതൊന്നും കാണിക്കാൻ പറ്റും. എന്തായാലും അത് മറ്റൊരു വീട്ടിലും കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ്റെ ബോർഡ്. നല്ലൊരു സൺസെറ്റ് ഉണ്ട്, അത് നമുക്ക് കാണാം. വളരെ മാർവലസ് ആയിട്ടുള്ളൊരു സൺസെറ്റാണ്. ഇന്നത്തെ ദിവസം അവസാനിക്കാറായി. നമ്മൾ ട്രെയിനിൽ കയറി ട്രെയിൻ വിടുമ്പോഴേക്കും എന്തായാലും ഇരുട്ടാവും. ഇതാണ് ഈ എൻഡ്. ഇപ്പുറത്ത് പാർസൽ ഓഫീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ എൻഡിലുള്ളത്. ഇതാണ് സർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ ബംഗളൂരു. നമ്മുടെ ട്രെയിൻ ഇതുവരെ തുറന്നിട്ടില്ല. ആ കാലത്താണ് നമ്മുടെ ട്രെയിൻ. എന്നാൽ പിന്നെ ഡോളർ വടപ്പാവ് എന്ന് മേടിച്ച വടപ്പാവ് നിന്നേക്കാം. ഒരു വറുത്ത മുളകും ഇവിടെ ചീസ് വടപ്പാവാണിത്. അപ്പോൾ വടപ്പാവ് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം നമുക്ക്. മീൻ വേ പ്ലാറ്റ്ഫോമിൽ ലൈറ്റ്സ് ഒക്കെ ആണ്. ഒരു യെല്ലോ ടോണുള്ള ലൈറ്റുകളാണ്. LED ലൈറ്റ്സ് ഒന്നും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. എന്തായാലും ജസ്റ്റ് കോച്ച് ഡോറും തുറന്നു. നമുക്ക് പതുക്കെ ലഗേജൊക്കെ എടുത്ത് ഉള്ളിലോട്ട് വെച്ചിട്ട് സമാധാനമായിട്ട് ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണാം. ഇത് RCF ബിൽറ്റ് ആണ്. സാധാരണ 3AC ഇൻറ്റീരിയേഴ്സ് ആവാനാണ് സാധ്യത. എന്നാലും നമുക്കൊന്ന് ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടേക്കാം. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് നമ്പർ 2930 ആണ്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് കയറാമെന്ന് വെച്ചു. ഫസ്റ്റ് ഡോർ വഴി കയറാവുള്ളതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഡോർ വഴി നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. ഇവിടെ ആദ്യം തന്നെ ബിൽഡേഴ്സ് പ്ലേറ്റ് ഉണ്ട്. 2018 ജൂലൈയിൽ ബിൽഡ് ചെയ്തതാണ്. 2018 ജൂലൈയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കപ്പൂർത്തല ബിൽറ്റാണ്. വെസ്റ്റേൺ റെയിൽവേക്ക് വേണ്ടി പണിത കോച്ചാണ്. ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ ലൈറ്റ്സ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഇൻറ്റീരിയേഴ്സാണ്. നോർമൽ നമ്മുടെ RCF ഇൻറ്റീരിയേഴ്സ്. നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ടൊന്ന് കാണാം. കണ്ടില്ലേ, സാധാരണ ഇൻറ്റീരിയേഴ്സാണ്. അല്ലാണ്ട് മറ്റേ MCF ബിൽറ്റ് പോലെ ഒന്നുമല്ല. MCF ബിൽറ്റിൽ ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റെയർ വരും, അതൊന്നുമില്ല. സാധാരണ ഇതാണ്. സാധാരണ സൈഡ് ലോവർ ബർത്താണ്. MCFന് ഒരു അഡീഷണൽ പീസ് വരും. ഇതൊന്നുമില്ല. സാധാരണ ബർത്തുകളാണ്. സാധാരണ AC 3 ടയറാണ്. ആകെ വ്യത്യാസം ചെയ്തിരിക്കുന്നവർ ഇവിടെ റീഡിംഗ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് തേർഡ് ACക്ക് റീഡിംഗ് ലാംപ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തേർഡ് ACക്ക് റീഡിംഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചാർജിങ് പോയിൻറ്റ്സ് എക്സ്ട്രാ ഉണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് എക്സ്ട്രാ ചാർജിങ് പോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോവർ ബർത്തിന് എക്സ്ട്രാ ആയിട്ട് ചാർജിങ് പോയിൻറ്റ്സ് ഒന്നും ഇതിൽ. MCF ബിൽറ്റ് ആണെങ്കിൽ ലോവർ ബർത്തിനും കൂടെ എക്സ്ട്രാ ചാർജിങ് പോയിൻറ്റ്സ് വരും. ഓൾറെഡി ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഓൾറെഡി അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നില്ല. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇപ്പോൾ ഇതാ പതുക്കെ തിരക്ക് വന്നു തുടങ്ങി. കണ്ടത് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പതുക്കെ ആളനൊക്കെ വന്നു തുടങ്ങി. ഈ ട്രെയിൻ ഇന്ന് ഫുള്ളാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ട്രെയിൻ ഫുള്ളാണ്. കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് 19-20 മറ്റോ ആയിരുന്നു. അത് പിന്നെ കൺഫേം ആയി വന്നതാണ്.
ഈ ലൈറ്റിംഗ് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ലൈറ്റിംഗ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും പുറപ്പെടുന്ന സമയത്ത് ഒരു വീഡിയോ കൂടി എൻ്റെ എടുക്കാം. വളരെ യാദൃശ്ചികമായിട്ട് ഈ സാധനം കണ്ടത്. ഇത് ഗ്രൗണ്ട് സപ്ലൈ യൂണിറ്റാണ്. അതായത് ഈ കോച്ച് ഉണ്ടല്ലോ, AC കോച്ചുകൾക്ക് ഇവിടെ നിർത്തിയിടുമ്പോൾ സമയത്ത് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണിത്. അതിനകത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡാപ്റ്റേഴ്സ് ഉണ്ട്. ഈ അഡാപ്റ്റേഴ്സ് ഉപയോഗിച്ചവർക്ക് പവർ സപ്ലൈ 415 വോൾട്ട് AC സപ്ലൈ ആണിത്. ഇത് ഉപയോഗിച്ചവർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ ഒരു ഇതിനകത്ത് തന്നെ കൺട്രോൾ യൂണിറ്റൊക്കെ ഉണ്ടാവും. ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഗിയർ ഉണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചവർക്ക് നേരെ ട്രെയിനിലേക്ക് പവർ സപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറേറ്ററോ അല്ലെങ്കിൽ ഓവർ ഹെഡ് കേബിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം പുറപ്പെടാറായി. നമുക്കൊരു 5 മിനിറ്റ് കൂടി ഉണ്ട്. എങ്ങനെയുണ്ട് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ അടിപൊളിയായിട്ടില്ലേ? നല്ല ലുക്കുണ്ട്. അവിടെ പുറത്ത് കൊടിക്ക് ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. ഇതാണ് സ്റ്റേഷൻ. രാത്രിയിലെ ലൈറ്റൊക്കെ ഇട്ടുണ്ട്. അടിപൊളി ലുക്കാട്ടോ അത്. അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്ക്. പ്രത്യേകിച്ച് യാത്രക്കാർ കുറവായതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ ഇവിടെ തിരക്ക് വന്നു കഴിയുമ്പോൾ വൃത്തിയിടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ അത്യാവശ്യത്തിന് വേസ്റ്റ് ബിന്നുകളുണ്ട്. ഇങ്ങനത്തെ ബെഞ്ചുകൾ കുറേ ഉണ്ട്. ഒരുപാട് ബെഞ്ചിൽ ആൾക്കാർ എനിക്കൊന്ന് സ്ഥിരം രാത്രി താമസം വന്നു. ബെഞ്ചുകളൊക്കെ ഉണ്ട് ഇവിടെ. സംഭവം കൊള്ളാം. അവിടെ കാണുന്ന വാട്ടർ ഫൗണ്ടറിൽ പക്ഷേ വെള്ളമില്ല, അത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഒരു പബ്ലിക് യൂസ് ടോയ്ലറ്റ് ഉണ്ട്, പെയിൻറ്റ് യൂസ് ടോയ്ലറ്റ്. അതും അടഞ്ഞു കിടക്കുകയാണ്, അത് ഫങ്ഷനിലെല്ലാം തോന്നുന്നു. സമയം കൃത്യം 7 മണി. സ്റ്റാർട്ടർ ആയോ എന്ന് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, കോച്ചിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. 7 മണി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനും ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിൽക്കുന്ന വെള്ള യൂണിഫോം ഇട്ട ആളെ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്ററാണെന്ന് തോന്നുന്നു. പുള്ളി കുറച്ച് നേരമായി അവിടെ വാക്കി ടോക്കിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. സ്റ്റാർട്ടർ ആയോ? പച്ച സിഗ്നൽ കണ്ടു, ALPയുടെ പച്ച സിഗ്നൽ കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. സമയം ഇപ്പോൾ 7:06. 6 മിനിറ്റ് ലേറ്റായിട്ട് സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് ബംഗളൂരുവിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേഷൻ കേട്ടോ ഇത്. സ്റ്റേഷൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ എത്തിപ്പെടാനുള്ള സൗകര്യം വളരെ മോശമാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ദൂരമാണ്. ഇവർ റെയിൽവേസ് പുതുതായിട്ട് സ്റ്റേഷൻ ബിൽഡിംഗ് പണിതപ്പോഴെങ്കിലും മെട്രോ കുറച്ച് അടുത്തുള്ള പോലെ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു കമ്മ്യൂട്ടിംഗ് മെത്തേഡും കൂടി ഡിസൈൻ ചെയ്യണമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ സ്റ്റേഷൻ പണിതിട്ടിട്ട് യാത്രക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രെയിൻ പകുതിക്ക് മേലെ കാലിയാണ്, പകുതിക്ക് താഴെ യാത്രക്കാർ ഇവിടുന്നുള്ളൂ. ബാക്കിയെല്ലാം കൃഷ്ണരാജപുരത്ത് നിന്ന് കയറാണ്. ഇന്ന് ഫ്രൈഡേ ആണ് ട്രെയിൻ എന്തായാലും ഫുള്ളായിരിക്കും. അപ്പോൾ ഇതായിരുന്നു സർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ ബംഗളൂരു. ഈ കാണുന്ന ബിൽഡിംഗ് പാർസൽ ടെർമിനലാണ്. അവിടെ പാർസൽ അൺലോഡിങ്ങിനുള്ള പ്ലാറ്റ്ഫോമൊക്കെ കാണാം. നമ്മളിതാ ജസ്റ്റ് സർ എം വിശ്വേശ്വരയ്യ ടെർമിനലിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൃഷ്ണരാജപുരത്താണ്. ഇതാണ് ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ. നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ ലൈനിൽ ജോയിൻ ചെയ്തു. നമ്മൾ SMBT എന്നുള്ള ലൈനിൽ ഇറങ്ങി വന്ന് മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്തു.
ഈ കാണുന്നത് ബയ്യപ്പനള്ളി സ്റ്റേഷൻ, ബാക്കിൽ മുകളിലായിട്ട് കാണുന്നത് ബയ്യപ്പനള്ളി മെട്രോ സ്റ്റേഷനുമാണ്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ലൈനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പിനി KR പുരം, അതായത് കൃഷ്ണരാജപുരത്താണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്. കൃഷ്ണരാജപുരത്തു നിന്ന് ഈ വണ്ടി ഫുള്ളാവും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് സേലം വരെ നമുക്ക് സ്റ്റോപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ടൈം ടേബിൾ സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്തില്ല. നമ്മൾ പാലക്കാട് വരെയാണ് യാത്ര. ഇത് 16320 SMB ബംഗളൂരു കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ് ആണ്. നമ്മൾ പാലക്കാട് വരെയാണ്. നമ്മൾ ഏകദേശം 2:30 പാലക്കാട് ഇറങ്ങും. അപ്പോൾ കൃഷ്ണരാജപുരം കഴിയുന്നതോടുകൂടി മിക്കവാറും ഞാൻ കിടന്നുറങ്ങും. കൃഷ്ണരാജപുരം വിട്ടോടെ ഡിന്നർ കഴിച്ചിട്ട് ഉടനെ കിടന്നുറങ്ങാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. കാര്യം 2:20 ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കെങ്കിലും എണീക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഏകദേശം 1-2 മണിക്കൂർ കാർ ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കിടന്നുറങ്ങും. ഇത് ISO ബൂസ്റ്റ് ചെയ്ത വിഷ്വൽസ് ആണ്. അപ്പോൾ ഗ്രെയിനി ആയിരിക്കും എന്നറിയാം, പക്ഷേ രാത്രി യാത്രയാണ്, നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ദയവായി ക്ഷമിക്കുക. വല്ലാണ്ട് ഗ്രെയിനി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ ISO ബൂസ്റ്റ് ചെയ്യാണ്ട് വിഷ്വൽസ് എടുക്കാം. അപ്പോൾ അങ്ങനെ ബയ്യപ്പനള്ളി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഇപ്പോൾ ഇങ്ങനെ കൃഷ്ണരാജപുരത്തും. കൃഷ്ണരാജപുരത്തു നിന്ന് കൂടുതൽ യാത്രക്കാർ കയറും. കൃഷ്ണരാജപുരം സ്റ്റേഷൻ കൂടെ കാണിക്കാൻ ഞാൻ നമ്മളിതാ ജസ്റ്റ് കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ കയറിയിരിക്കുകയാണ്. നല്ല ക്രൗഡുണ്ട് ഇവിടെ. ഇതല്ല ഈ ട്രെയിനാണെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ പുറകിലെ മെമു എല്ലാം വരുന്നുണ്ട്. അത് അതിനും കൂടിയുള്ള ക്രൗഡാണെന്ന് തോന്നുന്നു. കാര്യം ഇത് കണ്ടിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ക്രൗഡ് പോലും ഇല്ല മൊത്തത്തിൽ. ഐ മീൻ ലോങ് ഡിസ്റ്റൻസ് യാത്രക്കാരില്ലെന്നല്ല, ലോങ് ഡിസ്റ്റൻസ് യാത്രക്കാരുണ്ട്, പക്ഷെ കണ്ടിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് ക്രൗഡ് പോലും ഇല്ല. മീൻ വൈൽ ഓപ്പോസിറ്റ് ലൈനിൽ 37210 വാപ്പ് 7 വന്നിട്ടുണ്ട്. ലാൽബാഗ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നത്. ലാൽബാഗ് എക്സ്പ്രസ് ആണോ മൈസൂർ ഇൻ്റർസിറ്റി ആണോ എന്നറിയില്ല. രണ്ടും ഒരേ റേക്കാണ്. ചെന്നൈ മൈസൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണത്. നമ്മളെത്തി ഇവിടെ. ബോർഡൊക്കെ കടന്ന് പിന്നെ കുറേ മുന്നോട്ട് വന്നു കേട്ടോ. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി. സിഗ്നൽ ഏതാ കാണിക്കുന്നുണ്ട്, പച്ച ഫ്ലാഷിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ഉടനെ ഇവിടുന്ന് പുറപ്പെടും. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ഫീൽഡാണ്. വൈറസ്മേ ട്രെയിൻ കാണിക്കുന്നത് വൈറ്റ് ഫീൽഡ്. അത് കഴിഞ്ഞ് ബംഗാർപേട്ടാണ് കാണിക്കുന്നത്. ബംഗാർപേട്ട നമുക്ക് സ്റ്റോപ്പ്. കുറച്ച് നേരെ ഗ്രീന് ഫ്ലാഷ് തുടങ്ങിയിട്ട് പുറപ്പെട്ടു. ആൾക്കാരൊക്കെ ലേറ്റായിട്ട് ഓടിയൊന്നും ലഗേജൊക്കെ ആയിട്ട് ഈ വൈകി വന്ന് കയറുന്നേ ഉള്ളൂ ഇപ്പോഴും. ഒരു കുട്ടിയായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഭാഗ്യം ഒരു കയറി. ജസ്റ്റ് കൃഷ്ണരാജപുരത്തുനിന്ന് വിട്ടു. സമയം നോക്കിയില്ല കേട്ടോ, ലേറ്റായിട്ടാണ് നോക്കാം. നമ്മൾ പുറപ്പെട്ട 6 മിനിറ്റ് ലേറ്റായിട്ടാണല്ലോ. കൃഷ്ണരാജപുരം കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് വൈറ്റ് ഫീൽഡാണ്. അത് കഴിഞ്ഞിട്ട് ബംഗാർപേട്ടാണ്. ഫുഡ് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഫുഡ് SMVT തന്നെയുള്ള കാറ്ററിംഗ് ആയിരുന്നു മേടിച്ചത്. അത് കൂടാതെ ഈ ട്രെയിനിൽ പാൻട്രി കാർ അവൈലബിൾ ആണ്. പാൻട്രി കാർ വണ്ടി വിട്ട് പിന്നെ വന്ന് ഓർഡർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്.
അടുത്ത സ്റ്റോപ്പ് വൈറ്റ് ഫീൽഡിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് വൈറ്റ് ഫീൽഡ് സ്റ്റേഷൻ ബിൽഡിംഗ്. ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ ബംഗാർപേട്ടാണ്. ഇപ്പോൾ വൈറ്റ് ഫീൽഡ് സ്റ്റോപ്പുള്ളവർ എനിക്ക് അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ വൈറ്റ് ഫീൽഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ബംഗാർപേട്ടെത്തും. ബംഗാർപേട്ടും കൂടി കാണിച്ചിട്ട് കറക്റ്റായിട്ട് കിടന്ന് ഉറങ്ങണം. 2:12 പാലക്കാട് എത്തുന്നത്, 2:20 2:12 പാലക്കാട് എത്തും. അപ്പോൾ 2 മണിക്ക് എനിറ്റാൽ പോരാ, 1:45 ആകുമ്പോഴേക്കും എണീക്കണം. കാര്യം മോളൊക്കെ ഉണക്കി ലഗേജൊക്കെ എടുത്ത് നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി. പച്ച സിഗ്നൽ വീശുന്നത് കാണാം. LP നല്ല ദേഷ്യത്തിലാണ് വലിച്ച് കുറച്ചെടുക്കുക എല്ലാ സ്റ്റേഷനും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വൈറ്റ് ഫീൽഡ് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ബംഗാർപേട്ട. അപ്പോഴേക്കും എന്തായാലും ഡിന്നർ കഴിക്കണം. വിശപ്പൊന്നും ആയിട്ടില്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങാം. ഇതെന്ന് ഡിന്നർ മേടിച്ച് ബിരിയാണിയാണ് മേടിച്ചത്. ഇത് ബിരിയാണി സാധാരണ ബാംഗ്ലൂർ ബിരിയാണിയാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് കൂടാതെ ചപ്പാത്തിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മിക്കവാറും തിരുപ്പതി ആയിരിക്കും. തിരുപ്പതി SMBT ബാംഗ്ലൂർ എക്സ്പ്രസ് ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് ബംഗാർപേട്ട് ജംഗ്ഷനിലേക്ക് എത്തി. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ലേറ്റാന്ന് തോന്നുന്നു. 8:07 എന്നാണ് അപ്പുറത്തെ ക്ലോക്കിൽ കണ്ടത്. നമ്മളിവിടുത്തെ അറൈവൽ ടൈം 8:04 ഓപ്പോസിറ്റിൽ അതിനോടൊരു മെമോ വരുന്നുണ്ട്.
മൊത്തം ഒടിച്ചിട്ട് നിർത്തുന്നുണ്ട്. നമ്മളങ്ങനെ ബംഗാരപ്പേട്ട എത്തി. ഒരുപാട് അൺറിസർവ്ഡുകാർ കയറിയിട്ടുണ്ട്, അത് എല്ലാത്തിനും പിടിച്ച് ഇറക്കുന്നു. അങ്ങനെ ബംഗാരപ്പേട്ടിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് സേലമാണ്. എന്തായാലും സേലം വരെ ഞാൻ ഉണർന്നിരിക്കില്ല, അതിന് മുമ്പ് ഞാൻ ഉറങ്ങും എന്തായാലും. നമ്മൾ പുറപ്പെടുകയായി. ഏതാ വണ്ടി എന്നറിയില്ല, നിർത്താതെ ഏതാ വണ്ടിയാണ്, കാരണം ജനറേറ്റർ പോകുന്ന സൗണ്ട് ആക്കാം. ഏതോ ഒരു സ്റ്റോപ്പില്ലാത്ത വണ്ടി കടന്നുപോയി ഇപ്പോൾ ജസ്റ്റ്. ഏതായിരുന്നോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. प्लेटफॉर्म 7 हमारे नहीं बनाते यार। आप तो ऑन ड्यूटी हो। हमारा भी बनाइए, हमारा भी बनाइए। हम 2 टीटी से मिले, पूरा नॉर्थ इंडियन थे। നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാഫാണ്. आपका नाम तो बोलिए. मोहन मोहन आपका? संतोष कुमार। ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ നമ്മുടെ ഓൺ ഡ്യൂട്ടി സ്റ്റാഫ്. നമ്മളോട് വാതൊക്കെ നിൽക്കരുതെന്നൊക്കെ പറയായിരുന്നു. ഓക്കെ സാർ. അപ്പോൾ അങ്ങനെ നമ്മൾ ബംഗാരപ്പേട്ട് വിട്ടു. ഇനി നമുക്ക് ഉറങ്ങാൻ പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാലക്കാട് എത്താറായി. ഇപ്പോഴത്തെ സൈഡിലെ വീലിന് നല്ല ഫ്ലാറ്റ് ഇല്ല കേട്ടില്ലേ, മറ്റേ എന്തത് കോച്ചാണ്. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് കൊണ്ടുവന്ന് വിട്ട് നമ്മുടെ ഹംസഫർ എക്സ്പ്രസ് പാലക്കാട് നിൽക്കുകയാണ് പ്ലാറ്റ്ഫോം 3-ൽ. വണ്ടി ഒരു അല്പം ലേറ്റായിട്ടാണ് വന്നത്. 2:12 വരെ വണ്ടി 2:20 വന്ന് കയറുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എല്ലാം പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തുള്ള വീഡിയോകളിൽ നമ്മുടെ കൂടെ വേണം. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.